അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതെല്ലാം ഹൈറാണ്. ഖുർആൻ ലോകരിലേക്ക് ഇറക്കാൻ നിയോഗിച്ച മനുഷ്യൻ, ലോകരിൽ ഏറ്റവും ഉന്നതരിൽ ഉന്നതൻ. ഖുർആൻ ഇറക്കാൻ വേണ്ടി അല്ലാഹു തആല നിയോഗിച്ച മലക്ക്, അതും ഏറ്റവും ശ്രേഷ്ഠമായ മലക്ക്. ഖുർആൻ ഇറങ്ങിയ മാസങ്ങളിൽ ഏറ്റവും ഉന്നതമായ മാസം. ഖുർആൻ ഇറക്കിയ രാത്രി, അതും രാത്രികളിൽ ഏറ്റവും ഉന്നതമായ രാത്രി. ഖുർആൻ ഇറക്കിയ ഉമ്മത്താണെങ്കിലോ അതും ഖൈറുക്കും ഉമ്മത്ത്. ഇനി ഖുർആൻ നെഞ്ചോട് ചേർക്കുന്നവർ, അല്ലെ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് ലോകത്തിലെ ഏറ്റവും ഉന്നതർ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഈ ഉന്നത ശ്രേണിയിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഈ ഉന്നതരിൽ ഉന്നതരാകാൻ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് നിങ്ങൾ പറയുന്ന സമയമെന്ന കാരണമാണോ? നമുക്ക് ഈ ഒരു വർഷത്തിൽ 8760 മണിക്കൂറാണ് അല്ലാഹു തആല നൽകിയിരിക്കുന്നത്. അതിൽ നിന്ന് കേവലം ഒരു ശതമാനം നമുക്ക് മാറ്റിവെക്കാനുണ്ടെങ്കിൽ, അതായത് ഒരു വർഷത്തിൽ 80 മണിക്കൂർ, ഒരു മാസത്തിൽ 8 മണിക്കൂർ, ഒരാഴ്ചയിൽ കേവലം 2 മണിക്കൂർ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടെങ്കിൽ, അല്ലാഹു തആല പറഞ്ഞ രീതിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെ ഖുർആനെ സമീപിക്കാൻ പറഞ്ഞോ ആ രീതിയിൽ തജ്വീദോടുകൂടി തർത്തീലായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുന്നതാണ്. ഡിവൈൻ ഖുർആൻ അക്കാദമിയുടെ 15ാമത് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഖുർആൻ, ഹദീസ്, അഖീദ, നമസ്കാരം തുടങ്ങിയ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ഇസ്ലാമികപരമായിട്ടുള്ള എല്ലാ പഠന പ്രവൃത്തികളും ഡിവൈൻ ഖുർആൻ അക്കാദമിയുടെ സിലബസിൻ്റെ ഭാഗമാണ്. 18 വയസ്സ് പൂർത്തിയായ ഏതൊരു പുരുഷനും സ്ത്രീക്കും ഇവിടെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ഖുർആൻ പഠന പ്രവർത്തനങ്ങളിലേക്ക് ചേർന്ന് നിൽക്കാനും ഡിവൈൻ ഖുർആൻ കുടുംബത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും അഡ്മിഷൻ എടുക്കാൻ ഈ ചുവടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.